പാതിരാ സൂര്യൻ്റെ നാട് എന്ന് പേര് കേട്ട നോർവേയിലൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ജീവിത നിലവാരത്തിൽ ലോകത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നോർവേയിലെ ഓസ്ലോ എന്ന നഗരത്തിലേക്കാണ് യാത്ര. നോർവേയിലെ ഏറ്റവും പ്രധാന നഗരമാണ് ഓസ്ലോ. മഞ്ഞു പുതച്ചു കിടക്കുന്ന പർവ്വതങ്ങളും വെള്ളി നൂൽ പോലെ നീരൊഴുകുന്ന പാറക്കെട്ടുകളും കണ്ടുകൊണ്ട് ഒരു ചെറിയ കപ്പലിലാണ് ഓസ്ലോയിലേക്കുള്ള യാത്ര. അഗർസെൽവ എന്ന നദിയിലൂടെയാണ് ഓസ്ലോയിലെത്തേണ്ടത്. അതിനായി ബെർഗൻ എന്ന പട്ടണത്തിൽ നിന്നും ബസ്സിലാണ് ഞാൻ ഗുഡ്വാൻജൻ എന്ന ഈ സ്ഥലത്തെത്തിയത്. ഫിൻലാൻഡിലെ ഹെൽസിംകിയിൽ നിന്നുമാണ് ലോക കാഴ്ചകൾക്കുള്ള ഈ ഷെഡ്യൂൾ ഞാൻ ആരംഭിച്ചത്. പ്രകൃതി അനുഗ്രഹിച്ച് സൗന്ദര്യം നൽകിയ ഭൂപ്രദേശമാണ് നോർവേയിലെ ഗുഡ്വാൻജൻ. ഇവിടെ നിന്നുമാണ് കപ്പൽ യാത്ര ആരംഭിക്കേണ്ടത്. തുറമുഖം എന്ന് വിളിക്കുന്നത് ശരിയല്ല, എങ്കിലും കപ്പൽ അടുപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ ഓഫീസ് കെട്ടിടം ഇവിടെയുണ്ട്. ഒരു കപ്പൽ യാത്ര നടത്തുന്നതിന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഓഫീസിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ചില ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൈക്കിംഗ് ഭരണകാലത്തെ ഭടന്മാരുടെ യൂണിഫോമിലാണ് ശില്പങ്ങളുടെ നിർമ്മിതി. തുകൽച്ചട്ടയും വാളും പരിചയുമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷേ അപരിചിതമായിരിക്കും. അവർക്കറിയാവുന്നത് മെഷീൻ ഗൺ ഏന്തിയ പട്ടാളക്കാരെ മാത്രമായിരിക്കും. ഈ ശില്പങ്ങൾ കാണുമ്പോൾ നമുക്കിങ്ങനെയും ഒരു പഴയകാലം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിവുണ്ടാകും. കച്ചവട കേന്ദ്രങ്ങളിലും വിൽപ്പനയിൽ പ്രധാനം തണുപ്പിനെ അതിജീവിക്കാനുള്ള കമ്പിളി വസ്ത്രങ്ങൾ തന്നെയാണ്. എല്ലാവരും കമ്പിളി ഉടുപ്പുകൾ ധരിച്ചിട്ടുണ്ട്. ഞാനും കൊള്ളാവുന്ന ഒരു കോട്ട് നേരത്തെ കരുതിയിരുന്നു. 11,000 വർഷത്തെ പൈതൃകമുള്ള രാജ്യമാണ് നോർവേ. യൂറോപ്യൻ യൂണിയനിൽ ചേരാതെ അവരുമായി കച്ചവടം നടത്തി കൂടുതൽ പണമുണ്ടാക്കുന്ന രാജ്യം. എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പെക്കിൽ അംഗമല്ലെങ്കിലും ലോകത്തിൽ ഏറ്റവുമധികം എണ്ണ കയറ്റുമതി ചെയ്യുന്ന 3ാമത്തെ രാജ്യം. പട്ടാളത്തിൽ ചേർന്നില്ലെങ്കിൽ പുരുഷന്മാർക്ക് കോടതി ശിക്ഷ വിധിക്കുന്ന രാജ്യം. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള നോർവേയുടെ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് യാത്ര പുറപ്പെടേണ്ട ഫാനാരക്കൻ എന്ന ചെറിയ കപ്പൽ അഗർസെൽവ നദിയുടെ ഓളപ്പരപ്പിൽ നങ്കൂരമിട്ടു. ഒരു തിമിംഗലം വായി തുറന്നെത്തുന്നതുപോലെയായിരുന്നു അവൻ്റെ വരവ്. തുറന്നു പിടിച്ച വായിലൂടെ വേണം അകത്ത് കടക്കാൻ. പുറത്തുനിന്ന് നോക്കിയാൽ ഫാനാരക്കൻ ഒരു കപ്പലാണെന്ന് ആരും പറയില്ല. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു കയറുന്നത് പോലെ തോന്നും. കപ്പലിലേക്ക് കടന്നു ചെന്ന എന്നെ ജീവനക്കാരികൾ സ്വീകരിച്ചു. ഇത് പ്ലാറ്റ്ഫോമാണ്, കപ്പലിൻ്റെ അടിത്തട്ട്. ഇവിടെ വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. മുകളിലത്തെ നിലയാണ് സന്ദർശകരായ ഞങ്ങൾക്കുള്ളത്. ഞാൻ നേരെ പടികൾ കയറി അങ്ങോട്ട് നടന്നു. 3ാമത്തെ നിലയിൽ റെസ്റ്റോറൻറ്റും വ്യൂ പോയിന്റുമുണ്ട്. ഞാൻ ക്യാമറ ഒരു കയ്യിൽ പിടിച്ച് പടികൾ കയറി കപ്പലിൻ്റെ മുകൾത്തട്ടിലെത്തി. മുകൾത്തട്ടിലെത്തിയ ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ഫ്രെയിം പകർത്തണമെന്ന് മനസ്സിൽ കുറിച്ചു. ഈ നദിയും മലയും കപ്പലിൻ്റെ അടിഭാഗത്തെ പൊള്ളയായ ഭാഗവും മലയുടെ മുകൾ ഭാഗവും കൂടിച്ചേർത്ത് ഒരു ദൃശ്യം. അതിനായി ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചു. അഗർസെൽവ നദി ശാന്തമായിട്ടൊഴുകുകയാണ്.
അകലെ, അങ്ങകലെ നിശ്ചലമായ നദിയിലെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഏതാനും ചെറിയ ബോട്ടുകൾ ഒഴുകി നടക്കുന്നുണ്ട്. ആ ബോട്ടുകളുടെ വലിപ്പക്കുറവ് അകലെ നിന്ന് കണ്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് അഗർസിൽവ നദിയുടെ വ്യാപ്തിയും ഉൾപ്പരപ്പും മനസ്സിലായത്. നദിയുടെ മറുകരയിൽ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പാറ പൊട്ടിച്ച് മെറ്റൽ നിർമ്മിക്കുകയാണ്. പാറയ്ക്കൊരു ദാരിദ്ര്യവുമില്ലാത്ത നാടായതുകൊണ്ട് ഇവർക്ക് എത്ര വേണമെങ്കിലും പാറ പൊട്ടിച്ചെടുക്കാം. ഞാൻ കപ്പലിലേക്ക് കയറിയ ഡോർ ഭാഗം യന്ത്ര സംവിധാനത്താൽ പതിയെ അടഞ്ഞു. ജീവനക്കാരി എത്തി ലോക്ക് ചെയ്തതോടെ കപ്പൽ പതിയെ യാത്ര തുടങ്ങി. യാർഡിനെയും അവിടുത്തെ കെട്ടിടങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് എൻ്റെ കപ്പൽ തീരത്തോട് വിട പറഞ്ഞു. കപ്പലിൻ്റെ മേൽത്തട്ടിൽ സന്ദർശകർ തീറ്റയും കുടിയും ആരംഭിച്ചു. യാത്രകളുടെ സന്തോഷം പരമാവധി ആസ്വദിക്കുകയാണ് ഓരോരുത്തരും. യാത്രകൾ ഓരോ വ്യക്തിക്കും ഓരോ തരം സന്തോഷമാണ് നൽകുന്നത്. ചിലർ ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പരമാവധി കണ്ട് ആസ്വദിക്കുന്നു. മറ്റു ചിലരാകട്ടെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ മനോവിചാരങ്ങളിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കും. മൂന്നാമതൊരു കൂട്ടർ യാത്രകളെ വായിക്കാനും അലസമായി ഉറങ്ങിത്തീർക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഓളപ്പരപ്പുകളെ പിന്തള്ളി ഊറ്റൻ പ്രൊപ്പല്ലറുകൾ വെള്ളം വകഞ്ഞു മാറ്റി കപ്പൽ മുന്നോട്ട് ഓസ്ലോ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. നാവികന്മാരിൽ ഒരാൾ കപ്പൽ തട്ടിൽ നിന്നുകൊണ്ട് നദിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന സന്ദർശകർക്ക് ആവേശം പകർന്നുകൊണ്ട് കടൽക്കാക്കകൾ പറന്നെത്തി. ഒന്നൊന്നായി അവ എൻ്റെ ഫ്രെയിമിലേക്ക് പറന്നിറങ്ങി എന്ന് പറയുന്നതാവും ശരി. കാറ്റിലൊഴുകി നടക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയുടെ സൗന്ദര്യത്തോടെ അവ സന്ദർശകർ നൽകുന്ന ആഹാര സാധനങ്ങൾ കൊത്തിപ്പെറുക്കാൻ മത്സരിച്ചുകൊണ്ടേയിരുന്നു. സഞ്ചാരികൾ ഉയർത്തിയെറിഞ്ഞു കൊടുക്കുന്ന ആഹാരത്തുണ്ടുകൾ സർക്കസിലെ ട്രപ്പീസ് കളിക്കാരൻ്റെ വൈദഗ്ധ്യത്തോടെയാണ് കാക്കകൾ കൊത്തിയെടുത്തുകൊണ്ടിരുന്നത്. ഒരേ സമയം ഒന്നിലധികം സാധനങ്ങൾ തട്ടിപ്പറിക്കാൻ മത്സരിക്കുന്നവയും ഇക്കൂട്ടത്തിലുണ്ട്. സഞ്ചാരികളെ ഉത്തേജിപ്പിക്കുന്നതിനായി വേറിട്ട ശബ്ദത്തിൽ അവ വിളിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയുടെ തൂപ്പുകാരി എന്ന പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ആത്മാവിൻ്റെ പ്രതീകം കൂടിയാണല്ലോ കാക്കകൾ. അതുകൊണ്ടാണ് ബലിക്കാക്ക എന്ന പോലെ നമ്മൾ കാവതിക്കാക്കകളെയും സ്നേഹിക്കുന്നത്. ഉച്ചസ്ഥായിയിലുള്ള അവയുടെ വിളിയും കുട്ടികളുടെ സന്തോഷവും മഞ്ഞുരുകി വീഴുന്ന മലകളുടെ പശ്ചാത്തലത്തിലുള്ള കടൽക്കാക്കകളുടെ പാറിപ്പറക്കലും തെളിമയാർന്ന ആകാശത്തിന് താഴെ സ്ഫടികം പോലെ കിടക്കുന്ന നദിയും ഒക്കെ ചേർന്ന് നോർവേയിലെ ഗുഡ്വാങ്ജൻ എന്ന ഈ പ്രദേശം ഓരോ നിമിഷവും സുന്ദരമായി കൊണ്ടേയിരുന്നു. ക്യാമറ ഒരു ഭാഗത്ത് വെച്ച് കപ്പലിൻ്റെ മറുവശത്തെത്തി ഞാനും കടൽക്കാക്കകൾക്ക് തീറ്റ നൽകി. അവ പലവട്ടം എൻ്റെ കൈവെള്ളയിൽ നിന്ന് ആഹാരം കൊത്തിയെടുത്ത് പറന്നുപോയി. കുട്ടികളും മുതിർന്നവരുമായി ധാരാളം പേർ കടൽക്കാക്കകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കാക്കകൾ പാത്തും പതുങ്ങിയുമാണ് തീറ്റ തേടുന്നത്. പ്രകൃതിയുടെ തൂപ്പുകാർ എന്നാണല്ലോ നമ്മൾ കാക്കകളെ വിളിക്കുന്നത്. ഇരുവശങ്ങളിലും പച്ചപ്പാർന്ന താഴ്വരകൾ, അതിനുമപ്പുറം വെള്ളമേഘങ്ങൾ ചുംബിച്ച് കടന്നു പോകുന്ന പർവ്വതങ്ങൾ, തലയിൽ മഞ്ഞു കിരീടം ചൂടി നിൽക്കുന്ന മലമടക്കുകൾ, വെണ്ണ ഉരുകി ഒലിച്ചിറങ്ങുന്നത് പോലുള്ള നീരൊഴുക്കുകൾ, വെള്ളിപ്പാദസരം കണക്കെ കിനിഞ്ഞിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ, നുരഞ്ഞ് പതഞ്ഞു വീഴുന്ന ജലശൈത്യ കണങ്ങൾ.
പ്രകൃതി വാരിക്കോരി നൽകിയിരിക്കുന്ന സൗന്ദര്യമാണ് നോർവേക്കുള്ളത്. എല്ലാം കണ്ടു നിൽക്കവേ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന ആ അനശ്വര ഗാനം ഒന്നുകൂടി പാടണമെന്ന് എനിക്കും തോന്നി. സമാധാനത്തിൻ്റെ വെള്ളിൽ പറവകളെപ്പോലെ, ശാന്തിയുടെ പ്രതീകമായ ഫീനിക്സ് പക്ഷിയെപ്പോലെ സമാധാനത്തിൻ്റെ നാട്ടിൽ പറന്നുയരുന്ന ഈ കടൽക്കാക്കകളും വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ ലോകസമാധാനത്തിൻ്റെ ശാന്തി മന്ത്രമായിരിക്കാം. ജൂൺ മാസത്തിലെ പ്രകാശപൂർണമായ ഒരു ദിവസം. നീലാകാശത്തിൽ അങ്ങിങ്ങ് വെൺമേഘശകലങ്ങൾ. നാലു ചുറ്റുമുള്ള മലകൾക്ക് കടും പച്ച നിറം. വസന്താഗമത്തെ സൂചിപ്പിക്കുന്ന വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള പൂക്കൾ. ഉയരം കൂടിയ വൃക്ഷത്തലപ്പുകൾ ഇളം തെന്നലിൽ മെല്ലെ തലയാട്ടിക്കൊണ്ടിരുന്നു. ഒന്നാം ലോകത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമുള്ളതും പുകമഞ്ഞു മൂടിയ മൂന്നാം ലോകത്തു നിന്ന് വരുന്നവർക്ക് മാത്രം ശരിയായി ആസ്വദിക്കാൻ കഴിയുന്നതുമായ നിർമ്മലവും ഉന്മേഷദായിയുമായ വായു. നഗരങ്ങളിൽ നിന്ന് വരുന്ന നമുക്ക് നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രാമത്തേക്കാൾ ചെറുതാണിവിടം. കടും നീല നിറത്തിലുള്ള ഉൾക്കടലിൻ്റെ തീരത്ത് ഉത്തുംഗങ്ങളായ മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ മനോഹര ഗ്രാമം. പ്രാക്തന സംശുദ്ധി കൈമോശം വരാത്ത നോർവീജിയൻ പ്രകൃതി സൗന്ദര്യം നമുക്കിവിടെ കാണാം. മഞ്ഞുപുതച്ച മലകൾക്കിടയിൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ജലപാതയിലൂടെ മഴവില്ലും മഞ്ഞുനദികളും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും കണ്ടുള്ള യാത്ര. അതിമനോഹരമായ പ്രകൃതി ഭംഗി. നാലു ചുറ്റും പല വർണ്ണങ്ങളിലുമുള്ള മലകൾ. അതിൽ ചിലതിന് ഇളം പച്ച നിറം, അതിനപ്പുറത്തുള്ളത് കടും പച്ച, അതിൻ്റെ പിന്നിൽ കാണുന്നത് മാന്തളിർ വർണ്ണം, ഏറ്റവും പിറകിൽ നീല കലർന്ന പച്ച. അകലെ മരം കൊണ്ട് നിർമ്മിച്ച ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വീടുകൾ. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഒരു പുഴ, നുരയും പതയും ചിതറുന്ന ഒരു കൊച്ചു വെള്ളച്ചാട്ടം. പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ സംഗീതം. തേനീച്ചയുടെ മുഴക്കം, ജലപാതത്തിൻ്റെ അലർച്ച, പുൽപ്പരപ്പിന് മുകളിൽ കാറ്റിൻ്റെ ചൂളം വിളി, പുഴയുടെ കളകളാരവം. ആ നാദപ്രപഞ്ചത്തിൽ സ്വന്തം സ്വരം കൂടി അലിഞ്ഞു ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.